ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആൻ 2ാം പാഠത്തിൻ്റെ 4ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിൽ ടോപ്പ് പ്ലസ് ചോദ്യങ്ങൾ എങ്ങനെയാണ് ഈ പാഠത്തിൽ ലിസാനുൽ ഖുർആനിൽ വരിക എന്നുള്ളതാണ്. ടോപ്പ് പ്ലസ് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും മാലി മുലാരി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അഥവാ ഖറഅയുടെ, ജലസയുടെ, അബദ, അമാത്ത എന്നതിൻ്റെ മുലാരി എഴുതാൻ ചോദിക്കും. അതുപോലെ തിരിച്ചും ചോദിക്കും. യഖ്റഉ, യജ്ലിസു, യഅബുദു, യുമീതു അതിൻ്റെ മാലി എഴുതാൻ വേണ്ടി ചോദിക്കും. ഉക്തുബുൽ മാലി, മാലി എഴുതുക. ഉക്തുബുൽ മുലാരി, മുലാരി എഴുതുക. അങ്ങനെയാണ് ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ ഖറഅ, ഉക്തുബുൽ മാലി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഖറഅ, ജലസ, അബദ, അമാത്ത എന്നാണ്. അപ്പോൾ അത് നിങ്ങളതിൻ്റെ ഉത്തരമായിട്ട് ഉക്തുബുൽ മുലാരി എന്നാണ് ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ അതിന് താഴെ ഉണ്ടാവും ഖറഅ, ജലസ, അബദ, അമാത്ത. അപ്പോൾ അതിൻ്റെ മുലാരി എന്താ എഴുതുക? യഖ്റഉ, ജലസ, അബദ, യഅബുദു, യുമീതു എന്ന് എഴുതണം. പിന്നെ അടുത്ത ചോദ്യം ഉക്തുബുൽ മാലി. എന്നിട്ട് അതിൻ്റെ താഴെ യഖ്റഉ, യജ്ലിസു, യഅബുദു, യുമീതു അങ്ങനെ. അപ്പോൾ അതിൻ്റെ മാലി എന്തായിരിക്കും? യഖ്റഉ, ഖറഅ, യജ്ലിസു, ജലസ, യഅബുദു, അബദ, യുമീതു, അമാത്ത. അങ്ങനെ നിങ്ങൾ ആ 6ാം പേജിലുള്ള മാലി മുലാരികളൊക്കെ ഒന്ന് മനഃപ്പാഠമാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അടുത്തത് ചോദ്യം വരുന്നതാണ് ഉക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. ദഹബ ഹമീദുൻ ഇലൽ മദ്രസതി, അതിൻ്റെ അർത്ഥം ഇതാണാവും. അപ്പം ഹമീദ് മദ്രസയിലേക്ക് പോയി. അവിടെ പോയി എന്ന് തന്നെ എഴുതണം. പോകുന്നു എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. രണ്ടാമത്തേന് ആയിഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന, നബി സ്വല്ലല്ലാഹു തങ്ങൾ മദീനയിൽ 10 വർഷം ജീവിച്ചു എന്ന് എഴുതണം. ജീവിക്കുന്നു എന്ന് എഴുതരുത്. മൂന്നാമത്തതുപോലെ ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബി ഉറു സംസം, ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. അത് കുഴിച്ചു എന്ന് തന്നെ എഴുതണം. കുഴിക്കും എന്നെഴുതാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഇഷ്തറ അബി മിൻദീലൻ, എൻ്റെ പിതാവ് ഒരു ടവൽ വാങ്ങിച്ചു. അതുതന്നെ മുഅദ്ദിനു ലിസ്വലാത്തിൽ ഫജ്രി, മുഅദ്ദിൻ സുബ്ഹ് നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. അപ്പോൾ അതുപോലെ തന്നെ മാലിയായി അഥവാ പാസ്റ്റ് ടെൻസായി ഭൂതകാലത്തെ അതിൻ്റെ അർത്ഥമാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത്തത് യദ്ഹബു അബി ഇല സൂഖി, അതിൻ്റെ അർത്ഥം എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും രണ്ടും എഴുതാം. പോയി എന്ന് എഴുതാൻ പാടില്ല. പോയി എന്നത് മാതിയാണ്. യദ്ഹബു പറഞ്ഞാൽ അത് പ്രസൻറ്റും ഫ്യൂച്ചറും കൂടിയത്, പോകും. രണ്ടാമത്തതുപോലെ യൽബസു നൗഫലും ബിദ്ലത്തുൻ റസ്മിയ, അതിൽ യൽബസു എന്നത് ധരിക്കുമെന്നാണ്. നൗഫൽ സ്കൂൾ യൂണിഫോം ധരിക്കുന്നു അല്ലെങ്കിൽ ധരിക്കും. മൂന്നാമത്തതും നാലാമത്തതുപോലെ യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി, ഉസ്താദ് കുട്ടികളോട് സലാം പറയും. അവിടെ പറഞ്ഞു എന്ന് എഴുതാൻ പാടില്ല. അടുത്തത് അൽ അബു യർഹമുൽ ഔലാദു, പിതാവ് കുട്ടികളോട് കരുണ കാണിക്കും. അവിടെ പിതാവ് കുട്ടികളോട് കരുണ കാണിച്ചു എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം. പിന്നെ ടോപ്പ് പ്ലസ് ചോദ്യമായിട്ട് വരുന്നത് പൂരിപ്പിക്കാനുള്ളത് ബ്രാക്കറ്റിൽ ഉണ്ടാവും. ദഹബ ഹമീദുൻ ഇലൽ മദ്രസത്തി, അപ്പോൾ ബ്രാക്കറ്റിൽ ചിലപ്പം ദഹബ യദ്ഹബു എന്നുണ്ടാവും. അപ്പോൾ പൂരിപ്പിക്കാനുള്ള ചോദ്യം എന്തായിരിക്കും? ഉക്തുബുൽ മാലി എന്നാണ്. അപ്പോൾ മാലിയായിട്ട് ദഹബ യദ്ഹബു ഉണ്ടാകുമ്പോൾ ദഹബ എഴുതുക. അതുപോലെ ആഷ, ഹഫറ, ഇഷ്തറ, അദന ഇതിൻ്റെയൊക്കെ മുലാരി ചിലപ്പോൾ തന്നിട്ട് നിങ്ങളോട് മാലി എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്താക്കണം? ഈ പാഠത്തിൽ വന്നതുപോലെ മാലി സെലക്ട് ചെയ്ത് എഴുതുക. രണ്ടാമത്തതുപോലെ തന്നെ യദ്ഹബു അബി ഇല സൂഖി എന്ന് തരും. അപ്പോൾ യദ്ഹബുവിൻ്റെ അവിടെ ഡാഷ് ഉണ്ടാകും.
ബ്രാക്കറ്റിൽ ദഹബ യദ്ഹബു എന്നുണ്ടാകും. ചോദ്യം എന്തായിരിക്കും? ഉക്തുബുൽ മുലാരി. അപ്പോൾ നിങ്ങൾ മുലാരിയായിട്ട് ഉള്ള ഫേല് യദ്ഹബു എന്ന് എഴുതുക. അതാണ് മറ്റൊരു രീതി ടോപ്ലസിൻ്റെ. കേട്ടോ, അതുപോലെ ടോപ്ലസിലേക്ക് മറ്റൊരു ചോദ്യം വരുന്നത് എങ്ങനെയാണ്? വാക്കുകൾ മാറ്റിയിടും. യദ്ഹബു അബി ഇല സൂക്കി എന്നത് ഇല സൂക്കി അബി യദ്ഹബു എന്നുണ്ടാവും. അപ്പോൾ അത് വാചകം നേരെയായി എഴുതാനുണ്ടാകും. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്തിട്ട് യദ്ഹബു അബി ഇല സൂക്കി എന്ന് തന്നെ എഴുതുക. ഇപ്പോൾ എൽബസു നൗഫലും ബിദുലത്തുൻ റസ്മിയ, അത് ചിലപ്പോൾ റസ്മിയ ബിദുലത്തുൻ നൗഫലും എൽബസു എന്നായിരിക്കും. അപ്പോൾ നിങ്ങളത് ക്രമം ശരിയാക്കി എൽബസു നൗഫലും ബിദുലത്തുൻ റസ്മിയ എന്ന് എഴുതുക. പിന്നെ മലയാളം അറബി ആക്കാനുണ്ടാകും. എങ്ങനെ ഉണ്ടാവുക? ഉസ്താദ് ക്ലാസ്സിൽ പോയി. അപ്പോൾ അതിൻ്റെ അറബി എങ്ങനെ എഴുതുക? അവിടെ പോയി എന്നാണ്. അപ്പോൾ മാളിയായ ഫീലാണ്. അപ്പോൾ ദഹബയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ദഹബൽ ഉസ്താദു ഇല സ്വഫി, ഉസ്താദ് മദ്രസയിൽ അല്ല ക്ലാസ്സിലേക്ക് പോയി. അടുത്തത് ഉസ്താദ് കസേരയിൽ ഇരുന്നു. അപ്പോൾ അതും ഇരുന്നു, മാളിയായ ഫീൽ. അപ്പോൾ ജലസൽ ഉസ്താദു അലൽ കുർസിയെ, അങ്ങനെ എഴുതുക. പിന്നെ സൂര്യൻ ഉദിച്ചു. അപ്പോൾ അതും മാളിയാണ്. അപ്പോൾ ത്വല അല്ലേ, ത്വല ആണ് എഴുതേണ്ടത്. സൂര്യന് ഷംസ്, ത്വല അശംസു എന്ന് എഴുതാം. അതിൻ്റെ മുലാരിയായ രൂപത്തിൽ വരും. ഉസ്താദ് ക്ലാസ്സിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകും. അതിനെ അറബി എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ യദ്ഹബുൽ ഉസ്താദു ഇല സ്വഫി. അവിടെ ദഹബുൽ എന്തായി മാറും? യദ്ഹബു എന്നായി മാറും. അതുപോലെ വിദ്യാർത്ഥി മദ്രസയിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അറബി പറയാൻ പറയുമ്പോൾ യഖ്റുജു ത്വാലിബു ഇലൽ മദ്രസതി. ഇങ്ങനെ അറബിയിലേക്ക് എഴുതാൻ മലയാളം തന്നിട്ട് മലയാളത്തിൽ തന്നിട്ട് അത് അറബിയാക്കാനും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാളി മുലാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉന്നതമായ മാർക്ക് നേടാനുള്ള തൗഫീക്ക്, നല്ല വിജയമുണ്ടാവാനുള്ള തൗഫീക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.